എന്താ മോനെ ഷാനെ, രാവിലെ മുതൽ കാണുന്നതാണല്ലോ നിന്റെ മുഖത്ത് ആരും കാണാത്തൊരു ചിരി. ഈ കോഫി കുടിച്ചിട്ട് കാര്യം എന്താന്ന് പറ മോനെ. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കണ്ട നിത്യ. വർക്കിൽ ശ്രദ്ധിക്ക്. നീ പോയി ആ കയ്യിലെടുത്തുണ്ടാ. മോനെ ഷാനെ, ചുമ്മാ കള്ളം പറയല്ലേ. ഇന്നലെ വരെ ഈ മുഖത്ത് നല്ല കളിപ്പായിരുന്നു. അവന്നല്ലേ അവിടെ പേര്. ഇന്നലെ വരെ അവിടെ പേര് കേൾക്കുമ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന നീ പെട്ടെന്ന് കല്യാണത്തിന് സമ്മതിച്ചല്ലോ. അല്ല, അമ്മയോട് നിനക്ക് ഇഷ്ടമുണ്ടായിട്ടാണോ അതോ ഉമ്മേന്റെ നിർബന്ധം കൊണ്ടാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? ഇഷ്ടമില്ലാതെ ഞാൻ ആർക്കെങ്കിലും വഴങ്ങുകൂടി? അവൾ ആള് വേറെ നിത്യ. അവള് ബാക്കിയുള്ള പെണ്ണുങ്ങളെ പോലെ ഒളിച്ച് പേടിക്കുന്ന പെണ്ണല്ല. അവൾ ആള് വെച്ച് തണ്ടേടിയാ. എനിക്ക് ഇന്നലെ അവൾ എന്റെ ഒപ്പത്തിനൊപ്പം സംസാരിച്ചപ്പോളാ എനിക്ക് മനസ്സിലായത്. അപ്പൊ നമ്മുടെ കൽപ്പൻ ഷാന്റെ നെഞ്ചിലെ കോട്ട കാറ്റിൽ പറത്തിക്കൊണ്ട് ആ പെണ്ണ് അകത്ത് കയറിയെന്ന് പറ. എനിക്ക് അവളുടെ തൻ്റെ ഇടവും അഹങ്കാരവും ഇഷ്ടപ്പെട്ട് നിത്യ. പക്ഷെ ചെറിയൊരു കാര്യമുണ്ട്. അവളുടെ തൻ്റെ ഇടമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്, അവളല്ല. എന്റെ ജീവിതകാലം മുഴുവൻ അവൾക്ക് എന്നെ സഹിക്കാൻ പറ്റുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്റെ ഷാനെ, അവൾ നിന്നെ സഹിക്കുമെന്നല്ല, ആ തന്നെയുടെ കയ്യിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന ഞാൻ ആലോചിക്കുന്നു. എന്തായാലും എന്റെ വക മുൻകൂട്ടി ഒരു ആദരാഞ്ജലികൾ. പോയി അവിടുന്ന് പോയി പണിയെടുക്ക്. ഈ മാക്കിന്റെ മുഖം 24 മണിക്കൂർ ഇങ്ങനെ തന്നെയാണോ? ഈ സാധനം ചിരിക്കൂരാ തോന്നണം. എന്താ വരാൻ ഇത്ര ലേറ്റ് മാഡം? റൂമിലോട്ട് വരാൻ കുറെ ആലോചിച്ചു തോന്നുന്നു. ആലോചിക്കാൻ അതിലെന്തിരിക്കണ്? ഇങ്ങളമ്മയും ഇങ്ങളും നിങ്ങളെ വീട്ടുകാരും ഒക്കെ പാടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടെന്നാണ് ഇന്നെ. അല്ല ഞാൻ അങ്ങോട്ട് തനിയെ കയറി വന്നതല്ല ഷാനെ. ഏയ് നിൽക്ക്. എന്താ കയ്യില്? പാലോ? ഇങ്ങനെ ഒരു പാൽക്കിട്ട് കുടിച്ചോണ്ട് നാണിച്ചോണ്ട് ഈ റൂമിലോട്ട് വരാൻ എന്താ പൈങ്കിളി സിനിമ ആണെന്ന് വിചാരിച്ചോ? അയ്യേ, പൈങ്കിളി സിനിമ അത് തന്നു വിട്ടതാണോ? ഇത് അവര് തന്നു വിട്ടപ്പോഴേ ഞാൻ മേടിച്ചു തന്നെ ഉള്ളൂ. തനിക്ക് കുടിക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതവിടെ വെക്കാം. തന്നെ നിർബന്ധിക്കണമെന്നില്ലല്ലോ. പൈങ്കിളി സിനിമയാണ് പോലും. പൈങ്കിളി സിനിമ പാരട്ടക്കള. ഈ പാലിൽ നീ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ? എനിക്കൊരു സംശയം ഇല്ലാതില്ല. മരുന്നല്ലോ കലക്കിയത്. ഞാൻ നല്ല അസല് വിഷമാണ് കലക്കിയത്. അങ്ങോട്ട് മാറി നിൽക്ക്. ഇത് കിടന്ന് ഉറങ്ങണം. വിഷമാണെങ്കിലും ഞാൻ കുടിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്. ഇന്നു മുതൽ നീ എന്റെ ഭാര്യയാണ്. ഈ മുറിയിൽ താമസിക്കേണ്ടത്. പിന്നെ എനിക്ക് ചില റൂൾസ് ഒക്കെ ഉണ്ട്. റൂൾസാ? അതെന്താ? ഓക്കെ, റൂൾ നമ്പർ 1, രാവിലെ 6 മണിക്ക് എണീക്കണം. കുളിച്ച് സുന്ദരയായിട്ട് എനിക്ക് കോഫി തരണം. റൂൾ നമ്പർ 2, എൻ്റെ അനുവാദമില്ലാതെ ഈ മുറിയിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ പാടില്ല.
ഉറങ്ങി കഴിഞ്ഞെങ്കിലേ ഒരു മാറി നിൽക്ക്. ഈ പറട്ട മാക്രിനെ ഞാൻ ഇന്ന് കൊല്ലും. റോൾസും കൊണ്ട് വന്നിക്കണം. റോൾസ് ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? തൻ്റെ റോൾസൊക്കെ ഉണ്ടല്ലോ, അതെ അവിടെ ഓഫീസിൽ വെച്ചാൽ മതി. എൻ്റെ അടുത്തേ ഈ ഭീഷണി ഒന്നും നടക്കൂല. ഞാൻ രാവിലെ 6 മണിക്ക് എണീക്കൂല. എൻ്റെ സൗകര്യത്തിന് ഞാൻ എണീക്കുള്ളൂ. താൻ എന്ത് ചെയ്യടോ? ഇവൾ ഒരു പൊടിച്ചടങ്ങും തോന്നില്ല. നിന്റെ ഈ അഹങ്കാരം അധിക കാലം ഉണ്ടാവില്ല. വേറൊന്നും പറയാനില്ലല്ലോ. ഞാൻ ഉറങ്ങട്ടെ. താൻ എന്താടോ ഈ കാണിക്കണത്? ഇത് എന്റെ റൂം, എന്റെ കട്ടില്. നിനക്ക് വേണേ താഴെ കിടന്നു. ഞാൻ എന്തായാലേ തായും കെടുക്കൂല, സോഫയിലും കെടുക്കൂല. നിങ്ങൾ എന്നെ കെട്ടിക്കൊണ്ടെന്ന് വന്നതാണെന്നുണ്ടെങ്കിൽ ഈ കട്ടില് കെടുക്കാനേ ഇക്കും അവകാശമുണ്ട്. എണീക്കടോ. ഇവിടെ താൻ എന്താടോ കാണിക്കണോ? മാക്രിയെ ഒന്ന് എണീച്ച് പോടോ. എടാ എനിക്ക് കുറച്ച് സൈഡ് താടോ. എനിക്ക് ഈ കട്ടില് മൊത്തം വേണ്ട. ആരട്ട കളവ്. നിന്റെ അഹങ്കാരം എത്ര നാളുണ്ടാവും നമുക്ക് നോക്കാം. എന്താ? ഒന്നുമില്ല, എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങടി. ഓടെ പട്ടി മോരമാക്രി. മാക്രി നിന്റെ കെട്ടി ഞാനാണല്ലോ. എന്തി നിർത്തി? കിടന്നുറങ്ങടി. പട്ടി തോണ്ടി കൽപ്പനല്ലോ കൽപ്പന. ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട് ഒരു പൊന്നിട്ട് ഇവിടെ അടങ്ങറാക്കുക. കെടുക്കണ കെടുത്തും കണ്ട മരമാക്രി. ഇനി തറയിലും കെടുത്തിട്ട് പുറത്ത് എന്താ ഡീസന്റ്. നല്ല ബിസിനസ് മാന് ഷാനി. ഒരൊറ്റ ചവിട്ട് കൊടുക്കാൻ തോന്നും. വേണ്ട, കെട്ടിയവനായിപ്പോയി. സുഖിച്ച് കെടുക്കണ കെടുത്തം കണ്ട എന്റെ പഠിച്ചോനെ. ഇവ എത്ര കാലം ഇങ്ങനെ ഈ തറയിൽ കെടുക്കണോ? ഒരു കണ്ണിച്ചോര എന്നിട്ട് ഇങ്ങനെ ദ്രോഹിക്കാനാണോ എന്നെ കെട്ടിയത്? മോരപ്പട്ടി. എന്തീ തെരയണത്? നീയാണോ എന്റെ ലാപ്ടോപ്പിന്റെ ചാർജർ എടുത്ത് മാറ്റിയേ? ഞാൻ നിങ്ങളെ ചാർജറൊന്നും തൊട്ടിട്ട് പോലും ഇല്ല. അവിടെ തന്നെ കാണും. മര്യാദക്ക് തിരയി. അവ എന്നെ ദേഷ്യം ഒഴിപ്പിക്കല്ലേ. ചാർജർ കണ്ടെങ്കിൽ കണ്ടെന്ന് പറ. എനിക്ക് ഓഫീസിലേറ്റേ. ഓ എന്റെ മനുഷ്യ, ചാർജർ അല്ലേ ആ ഇരിക്കണത്? ഇത് ഞാൻ ഇവിടെ അല്ലല്ലോ വെച്ചത്. അവ നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ സാധനം തൊടരുതെന്ന്. ചാർജർ അവിടെ കിടന്നേന് ഇന്നെയാണോ കുറ്റം പറഞ്ഞത്? രാവിലെ തന്നെ എന്തിനാണ് ഇന്റെ മക്കളുടെ കയറാൻ വരുന്നത്? എന്റെ സാധനം എവിടെയാണോ അവിടെ ഇരിക്കട്ടെ. നീ തൊടണ്ട. എന്റെ സാധനം ഒരു സ്ഥലത്ത് നിന്ന് മാറ്റുന്നത് എനിക്ക് ഇഷ്ടമല്ല. വലിയ കൃത്യതയാണെന്നുണ്ടെങ്കിലേ നിങ്ങളെ സാധനങ്ങൾ ഉണ്ടല്ലോ നിങ്ങളൊരു പെട്ടിയിലാക്കി വെക്കി. അല്ലാതെ ഇന്റെ നെഞ്ഞത്ത് കയറാനല്ല വരവ്. നിന്റെ ഈ സംസാരം കൂടുന്നുണ്ടാവോ? എന്നോട് എതിർത്ത് സംസാരിക്കാൻ നിൽക്കരുത്. പിന്നെ നിനക്കതൊരു പണിയാവും വേണ്ട. ആഹാ, ഞാനുള്ളവിടത്തെ ഞാൻ സംസാരിക്കും. അനാവശ്യമായിട്ടേ ഇന്നെ കുറ്റപ്പെടുത്താൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാതിരിക്കൂല. പറഞ്ഞില്ലാന്നാണ്ട. ശരി, മരമാക്രി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പോയാ ഇവൻ എന്തിരിക്കും ഇങ്ങനെ വെറും കരിപ്പാണല്ലോ. ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ തന്നെ നിന്നെ കൊല്ല വിളിക്കുന്നുള്ളു. പക്ഷേ ഇന്നലെ ഇങ്ങോട്ട് കെട്ടി കൊടുത്തിട്ടുള്ളൂ. ഇവ എന്നിട്ട് ഇവിടെ കൊല ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുന്നിട്ടുള്ളത്. പെരേക്ക് പോയാലോ? പക്ഷേ പെരേ പോയിട്ടുണ്ടെങ്കിൽ പറയൂലേ കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് പെണ്ണ് ഇങ്ങനെ കൊടുന്നാക്കിക്കുന്നത്. നാട്ടേക്ക് വിനോദത്തിൽ പറച്ചില്ല. അതോ അടുക്കളയിൽ പോയോക്കട്ടെ.
ഷാനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ ഓഫീസിലെത്തിയല്ലോ. പറയ്, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യ രാത്രി? നമ്മുടെ അഹങ്കാരിയാവുക കീഴടങ്ങിയോ? ആര്? അവളോ? അത് വേറെ മുതലാണ് വേണ്ടേ.